I welcome you all to my YouTube channel Glam Goddess Sindhuja. So today I am going to do a hack video on how to cut this pineapple. So ഈ പൈനാപ്പിൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാം, പലർക്കും ഇതൊരു ടാസ്ക് ആണ്. എന്നുള്ളൊരു ഹാക്ക് വീഡിയോ, ഒരു ചോട്ടാസ ഹാക്ക് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇതിന്റെ ബെനിഫിറ്റ്സും ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുന്നേ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പറഞ്ഞു തന്നു, പലരും അത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് in one vlog I discussed about the benefits of dragon fruit and the way to and the hack to cut it out. So this is regarding pineapple. അപ്പോൾ ഈ പൈനാപ്പിളിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് വിഷുവിന് കണിയിൽ വെച്ച പൈനാപ്പിളാണ്. അതായത് നമ്മുടെ 14th April 14th വെച്ചത്. അത് ഇപ്പോഴാണൊന്ന് റൈപ്പായത്. So this pineapple I didn't get from market, in the sense I bought it for the Vishu function. That time it was unripe. Now it came into somewhat ripe situation. So I am going to use this raw material as a vlog presentation today. So let's start. First you need to have a knife. ആദ്യം ഒരു നൈഫ് വേണം. ഏത് തരത്തിലുള്ള നൈഫും ആകാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സർഫസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഈ ക്രൗൺ ഭാഗം കട്ട് ചെയ്യുക. ശക്തി വേണം ഗൈസ്, ശക്തി. You need to have energy and the knife should be sharp, which is not in my case. എൻ്റെ കേസിൽ കത്തി കൈ മുറിയും, അല്ലാതെ സാധനം മുറിയത്തില്ല. So that is the comedy out there. I am using my full force, dears. Eureka! I disconnected the crown part. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ജസ്റ്റ് ആദ്യം കട്ട് ചെയ്യുക. പിന്നെ ബാക്ക് സൈഡ് മേൽഭാഗം, ദിസ് ക്രൗൺ ഏരിയ വി ക്യാൻ യൂസ് ഫോർ പ്ലാന്റിങ് ഇറ്റ് അഗെയിൻ. അതായത് ഇനിയും നമുക്ക് ഇതിൽ നിന്നും കൈതച്ചക്ക വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് സോ കോൾഡ് പൈനാപ്പിൾ ഇഫ് യു നീഡ്, യു ക്യാൻ റീജനറേറ്റ് ഇറ്റ് ബൈ ഫിക്സിങ് ദിസ് ഇൻ ദ സോയിൽ ആൻഡ് ഗ്രോയിങ് ഇറ്റ് ഔട്ട്. സോ ദിസ് ഇസ് ദ ക്രൗൺ പാർട്ട്. ഇതിൻ്റെ ഈ ക്രൗൺ ഭാഗം, മകുട ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. മകുടം ഞാൻ കോഡ് യൂസ് ചെയ്ത്, അങ്ങനെ ഒരു കോഡില്ല. അടുത്ത് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്യുക. Okay, just cut the back side. ഞാൻ ഹാക്ക് കാണിച്ചു തരാം, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് വർത്ത് ഈറ്റിംഗ്. ഇത് തിന്നാൻ പറ്റുന്നൊരു കണ്ടീഷനിലല്ല, കാരണം ഇച്ചിരി കേടായിട്ടുണ്ട്. സോ ദിസ് സൈഡ്, ബോട്ടം ആൻഡ് ദ ടോപ്പ് യു ഹാവ് ടു കട്ട്. അപ്പോൾ ബോട്ടവും അതിൻ്റെ ക്രൗൺ ഭാഗം കട്ട് ചെയ്തിട്ട് പിന്നെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുക, കുറച്ച് ഭാഗമായിട്ട്. കാരണം വി ഗെറ്റ് ദിസ് ഫോർ മണി, റൈറ്റ്? വി കാൺ കട്ട് ദ എൻറ്റയർ തിങ്. ജസ്റ്റ് കട്ട് ഇറ്റ് ഓഫ്. See, that's it. Similarly cut the sides also. സൈഡ്സും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വിടുക. ആസ് ഐ ടോൾഡ്, മൈ നൈഫ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് ഷാർപ്നെസ്. നൈഫിൻ്റെ ഷാർപ്നെസ് പോയി ഗൈസ്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതിനെന്തോ ഒരു, നമ്മളെന്തോ പറയുന്ന ഒരു മസാജിങ് ഇഫക്റ്റ് പോലെ. ഈ പൈനാപ്പിളും ഭാഗ്യം ചെയ്തവരല്ലേ. കാരണം ഇത് ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്തേ. ഇങ്ങനെ ഈ സൈഡും ചെയ്യുക, എല്ലാ സൈഡും ഇങ്ങനെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ദറ്റ്സ് നോ സ്പെഷ്യൽ മെത്തേഡ്സ്. ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ ഈ പൈനാപ്പിൾ തന്നെയാണോ കട്ട് ചെയ്ത്, വേറെ ചിക്കനോ എന്തെങ്കിലും ആണോ നിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ച്. ഇതുപോലെ താഴെ വരെ കംപ്ലീറ്റ് കട്ട് ചെയ്യണം. ശോക അവസ്ഥയാണ് ഗൈസ്. എൻ്റെ നൈഫ് ഇങ്ങനത്തെ പിച്ചാത്തി, ഇങ്ങനത്തെ സാധനം ആയതുകൊണ്ട്, നമ്മളിവിടെ പിച്ചാത്തി എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ എല്ലാ വശവും ജസ്റ്റ് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് വിടുക. ഓക്കെ, അത്ര ഡെപ്തിൽ ചെയ്യണ്ട, കാരണം ഈ ഭാഗത്തെ ഫ്ലഷൊക്കെ അതിനകത്ത് വരും കുറച്ചായിട്ട്. പിന്നെ ഈ കറുപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് കളയാം. Then just cut the piece. See, people do this thing in different way. You guys have your own hack. I showed how I did it. ഇങ്ങനത്തെ പീസസ് ആക്കി നമുക്ക് എടുക്കാം. സ്കിന്ന് നമുക്ക് ചിലർ സ്കിന്ന് വച്ചിട്ട് അതിനെ പിടിച്ചുകൊണ്ടെടുത്ത് ഹാക്കിംഗ് ടൈപ്പ് ഉണ്ട്.
It's okay, but this, I won't tell this is a perfect pineapple. Just for the hack I showed this. So you have to, from all sides you have to cut this out, then you will get the eating wala pineapple. അപ്പോൾ ഇതൊരു നല്ല പൈനാപ്പിൾ അല്ല, കാരണം ഇതിൽ കുറച്ച് കേടുണ്ട്. ഒരു പരീക്ഷണത്തിന് പറ്റിയ പൈനാപ്പിൾ, നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റിയതാ, പക്ഷെ കഴിക്കാൻ വേണ്ടി പറ്റിയൊരു സാധനമല്ല. എന്നാലും ഞാൻ കഴിച്ച് കാണിച്ചു. പിന്നെ പൈനാപ്പിൾ ഹാസ് സർട്ടൻ പ്രോട്ടീൻ നോൺ ആസ് ബ്രോമലീൻ. ബ്രോമലീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണ്ടന്റ്, ഒരു പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്നൊരു കണ്ടന്റ് ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ ഡൈജഷൻ സമയത്ത് പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമല്ലോ ആമിനോ ആസിഡ്സ് ആയിട്ട്, സിംപ്ലർ യൂണിറ്റ്സ്. ഇപ്പോൾ കുറച്ച് ബയോളജിയിലേക്ക് കയറി പോവുകയാണ് നമ്മൾ, ബയോളജി ക്ലാസ് പോലെ. ബ്രോമലൈൻ എന്നൊരു കണ്ടന്റ് ഉണ്ട്, നല്ലതാണ്, പ്രോട്ടീൻ ഡൈജഷൻസിന് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് ആണ്. പിന്നെ ഡൈജഷനെ സഹായിക്കുന്നുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. സോ ഓൾ ദീസ് ആർ ദ തിങ്സ്. So nutrition wise also pineapple is apt, but I wouldn't suggest for pregnant people and those who are having allergy towards such pineapple fruit juices and everything. But other than that, it's a perfect one. To reduce your weight also, pineapple will help you out. But those who have allergy, please don't follow these things. Or if you're in a pregnancy stage also, please don't follow, because sometimes it might abort your fetus or baby. So please don't go for such a risk. So this is meant for the normal healthy wala persons like me and the others who are apart from these two categories. ഇപ്പോൾ pregnant ആയിട്ടുള്ള ആൾക്കാരും പിന്നെ ചിലർക്ക് അലർജി ഉണ്ടെങ്കിൽ അവർ ഇത് എന്ത് ചെയ്യരുത്, ഈ ഫ്രൂട്ട് യൂസ് ചെയ്യരുത്. അല്ലാത്തവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ ദാറ്റ് വാസ് എ മിനി വ്ളോഗ് എന്ന് പറയുന്നത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, ഇത് ഹാക്ക് അറിയാന്നുള്ള കാര്യം. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടി ഇപ്പോൾ ചില ന്യൂലി മാരീഡ് സിസ്റ്റേഴ്സ്, സഹോദരികൾ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങളായിരിക്കും വീട്ടിലിത് ചെയ്യുന്നത്, നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഞാൻ കാണിച്ചതാണ്. അപ്പം ഇനി പൈനാപ്പിൾ പഴുത്തതല്ല എന്നൊന്നും പറഞ്ഞ് പൊങ്കാലിടണ്ട, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പഴുത്തതല്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എക്സ്പെരിമെൻ്റൽ പർപ്പസിന് ഇതൊക്കെ മതി. കഴിക്കുന്ന പർപ്പസിനല്ലേ നമ്മൾ ഫിറ്റും ഹെൽത്തി ആയിട്ടുള്ള പൈനാപ്പിൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് ജസ്റ്റ് ഡിസെക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹോപ്പ് യു എൻജോയ്ഡ് my mini vlog, pineapple cutting hacking vlog. So if you love my vlogs, please do subscribe my YouTube channel Glam Goddess Sinduja. So this is your Glam Goddess Sinduja signing off. Until I meet you with the next interesting and comical vlog like this is your Glam Goddess Sinduja signing off. Lots of love and bye.